ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് 1/2 ഗ്ലാസ് ഉഴുന്ന് വെച്ച് 5 ലിറ്റർ ദോശമാവ് അരച്ചെടുക്കാം എന്നതാണ്. സാധാരണ നമ്മൾ 3 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നോ അല്ലെങ്കിൽ 1.5 ഗ്ലാസ് ഉഴുന്നോ അരച്ചാൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആയാലും ഇഡ്ഡലി ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഞാൻ ഈ വീഡിയോയിൽ 1-2 ടിപ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ ദോശമാവ് അരച്ചെടുക്കുവാണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്ന് ഉപയോഗിച്ച് തന്നെ നല്ല സോഫ്റ്റായ ദോശയും ഇഡ്ഡലിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ദോശമാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് 3 ഗ്ലാസ് പച്ചരി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നാണ്. അത് നമുക്ക് എടുക്കാം. ഇനി ഉഴുന്നിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ചേർക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് 1-2 പ്രാവശ്യം കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ഉഴുന്നിലേക്കും അരിയിലേക്കും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഇനി നമുക്ക് ആവശ്യം വരും. സാധാരണ നമ്മൾ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുന്നത് പുറത്ത് വെച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് 5 മണിക്കൂറോളം നമ്മൾ ഇത് കുതിരാനായിട്ട് വെക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്സ്, ഫ്രിഡ്ജിൽ വെക്കുന്നത്. അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ മിക്സി പെട്ടെന്ന് ചൂടാവില്ല. അതുപോലെ തന്നെ മാവ് നല്ലവണ്ണം സോഫ്റ്റായി വരും ചെയ്യും. ഇപ്പം നമ്മൾ 5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തിയെടുത്ത അരിയും ഉഴുന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. നമ്മൾ കുതിർത്തിയ അതേ വെള്ളത്തിൽ തന്നെയാണ് ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മിക്സി ഒട്ടും ചൂടായിട്ടില്ല. അതുപോലെ തന്നെ കുതിർത്തിയെടുത്ത തണുത്ത വെള്ളത്തിലാണ് അരച്ചെടുത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ടിപ്സാണ്. നമ്മൾ അടിച്ചെടുത്ത ഉഴുന്നിലേക്ക് 1 ടീസ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആവും ചെയ്യും, ഒന്നും കൂടെ ഫ്ലഫി ആയിട്ട് ഇരിക്കും ചെയ്യും. 1/2 ഗ്ലാസ് ഉഴുന്ന് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടിപ്സ് ഒന്നും ആരും വിട്ടു പോവരുത്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചരിയും അടിച്ചെടുക്കാം. അതിനായിട്ട് ഉഴുന്ന് അരച്ചെടുത്ത അതേ ജാറിൽ തന്നെ നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അരി കുതിർത്തിയെടുത്ത അതേ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പച്ചരിയും അടിച്ചെടുക്കുന്നത്. 2 ബാച്ചായിട്ട് വേണം അരി അരച്ചെടുക്കാൻ. പച്ചരി ഒന്ന് അരച്ചതിന് ശേഷം 1 കപ്പ് ചോറ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് പച്ചരി നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാം, നമ്മൾ അരി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം അത് അരയ്ക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളത് വൈകിപ്പോയി എങ്കിൽ അരിയുടെ വെള്ളത്തിൽ പതപതയൊക്കെ വന്നിട്ട് ഒരു ചീത്തൊരു സ്മെല്ല് വരാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഫ്രിഡ്ജിലാണ് കുതിർക്കാൻ വെക്കുന്നതെങ്കിൽ ആ ദിവസം അടിച്ചെടുത്തിട്ടില്ലെങ്കിലും പിറ്റേ ദിവസം അരച്ചെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അരിയോ ഉഴുന്നോ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ട് അതിൽ വെള്ളം കുറവായി പോയി എങ്കിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് ഇത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ച് അരി അരച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പറയുന്നതാണ് മൂന്നാമത്തെ ടിപ്സ്. 1/2 ഗ്ലാസ് ഉഴുന്നും 3 ഗ്ലാസ് പച്ചരിയുമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പണ്ട് നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞാൽ കൈകൊണ്ടാണ് കലക്കി നല്ലവണ്ണം പുളിപ്പിക്കാറുള്ളത്. അതിനേക്കാൾ എഫക്റ്റീവാണ് ഈ ചപ്പാത്തി കോല് കൊണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നത്. എത്ര നേരം ചെയ്യുന്നോ അത്രത്തോളം നന്നായി തന്നെ പതഞ്ഞു പൊങ്ങി വരും. ഇപ്പം നമ്മൾ അരച്ചെടുത്ത മാവ് പാത്രത്തിന് പകുതി വരെയാണുള്ളത്. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് തന്നെ ഈ മാവ് നമുക്ക് പതയാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് രാവിലെ ആയപ്പോഴേക്കും മാവ് നല്ലവണ്ണം തന്നെ പതഞ്ഞു പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ച ടിപ്സുകളും അരച്ചതെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ നല്ലവണ്ണം പതഞ്ഞു പൊങ്ങി വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് മാവ് എടുത്ത് അതിലേക്കാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് എടുക്കാം. ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ തട്ടുകടയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കുട്ടി ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതേ മാവ് കൊണ്ട് തന്നെ പേപ്പർ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് 1/2 ഗ്ലാസ് ഉഴുന്ന് കൊണ്ട് ഉണ്ടാക്കിയ മാവ് കൊണ്ടാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും ചെയ്യും മാവ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മെത്തേഡ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം.